ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ നമ്മൾ നാലാമത്തെ സെമസ്റ്ററിലേക്ക് കടക്കുകയാണ്. നാലാമത്തെ സെമസ്റ്ററിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് ക്വാണ്ടിറ്റി സർവേ 1 എന്നുള്ളതാണ്. അതിൽ ക്വാണ്ടിറ്റി സർവേ നിങ്ങൾക്ക് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ആർക്കിടെക്ചറൽ സിലബസ് പ്രകാരം ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ക്വാണ്ടിറ്റി സർവേ 2 അടുത്ത് വരുന്നില്ല. അപ്പോൾ ക്വാണ്ടിറ്റി സർവേ 1-ൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഐഡിയ ആക്കി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സബ്ജക്റ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് ക്രെഡിറ്റ് 5 ഉള്ള ഒരു സബ്ജക്റ്റാണ്. നല്ല ക്രെഡിറ്റുള്ള നിങ്ങളുടെ ഈ സെമസ്റ്ററിലെ സബ്ജക്റ്റാണ്. ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. അതായത് നമ്മൾ ഫുൾ കാര്യങ്ങളും തിയറി ആയിട്ട് പഠിക്കേണ്ടതല്ല, കാൽക്കുലേഷൻസ് വരുന്ന ഒരു സബ്ജക്റ്റാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ്, വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുള്ള ഒരു സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റി സർവേ എന്നുള്ളത്. കൂടാതെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യലും അതിൻ്റെ റേറ്റ് കാൽക്കുലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ വരുന്നത്. നമുക്ക് ഏത് സമയത്തും നമ്മൾ ജോലിക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ, നമ്മൾ സ്വന്തം വർക്കാണെങ്കിലും അതെ, നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അതെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മെഷർമെൻറ്റ്സ് എടുക്കുന്നതും റേറ്റ് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ ഏതൊരു വർക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിൽ ഏതൊക്കെ തരത്തിൽ നമ്മൾ വാല്യൂസ് ക്വാണ്ടിറ്റീസ് എടുക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ബേസിക് ഐഡിയ എന്നുള്ളത് നമുക്ക് എപ്പോഴും തുടർന്ന് നമ്മൾ ഈ ഫീൽഡ് തുടരുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് ക്വാണ്ടിറ്റി സർവേ എന്നുള്ളത്. അപ്പോൾ അതിലെ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുക. പിന്നെ ജസ്റ്റ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നേരെ എടുക്കുന്നതിന് പുറമെ നമ്മൾ കുറച്ച് ചിന്തിച്ചും കൂടി ചെയ്യേണ്ട സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റി സർവേ. അതായത് നമ്മളൊരു എന്താണോ നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചൊരു പ്രയാസം പോലെ നമുക്ക് ഫീൽ ചെയ്യും. വേറൊന്നുമില്ല, നമ്മളൊന്നും ആലോചിക്കാതെ ഇങ്ങനെയാണ് വാല്യൂ എടുക്കേണ്ടത് അങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് പ്രയാസമായിരിക്കും. പക്ഷേ എന്താണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റി സർവേ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ കഥകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ള കാര്യം. നമുക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാവുന്നതും ഐഡിയ ഉണ്ടാക്കാവുന്നതുമായിട്ടുള്ള സബ്ജക്റ്റാണ്. നിർബന്ധമായിട്ടും ഐഡിയ ഉണ്ടാക്കേണ്ടതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത്, സർവേയിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണതിൽ മെയിനായിട്ട് സിലബസിൽ വരുന്നുള്ള കാര്യങ്ങൾ നോക്കാം. ജസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 1-ൽ പറയുന്നത് ഡെഫിനിഷൻ ആൻഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്, ബേസിക്കായിട്ട് ഡെഫിനിഷൻസ്, അതേമാതിരി ഏതൊക്കെ യൂണിറ്റാണ് മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ മെഷർമെൻറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുകയാണ്, ഒരു ബിൽഡിങ്ങിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുകയാണ്. അപ്പോൾ അത് ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യേണ്ടത്, ഒരു എർത്ത് വർക്ക് ചെയ്യുന്നത് ഏത് യൂണിറ്റിൽ മെഷർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ്സിൽ പറയുന്നത്. അതേപോലെ കുറേ ബേസിക് ടേംസ് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ എർത്ത് വർക്കിൻ്റെ കമ്പ്യൂട്ടേഷൻ, എർത്ത് വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കൺസ്ട്രക്ഷനിൽ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ സെറ്റ് ഔട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എർത്ത് വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബിൽഡിങ്ങാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ താഴെ മുതൽ മുകളിൽ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏകദേശം ആ ഓർഡറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സിലബസും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓർഡറിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ഇതാണ്, എർത്ത് വർക്കാണ്. എർത്ത് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, എർത്ത് വർക്കിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. മെയിനായിട്ട് അതിൽ പ്രോബ്ലമാറ്റിക് ഏരിയ വരുന്നത് റോഡ് വർക്കിൻ്റെ എസ്റ്റിമേഷൻ. ഒരു റോഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ അത് വാല്യൂസ് എങ്ങനെ കണക്കാക്കും, അതിനെങ്ങനെ എത്ര റേറ്റ് ആവും വർക്ക് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മളൊരു ബിൽഡിങ് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു റോഡ് വർക്കൊക്കെ കൂട്ടി നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനിലേക്കാണ് വരുന്നത്. അതിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ്, ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ടിങ് മുതൽ, ഇപ്പോൾ നമ്മളൊരു എർത്ത് വർക്ക് മുതൽ
ബാക്കി കാര്യങ്ങൾ, അതായത് അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത്. അതായത് ഒരു ബിൽഡിംഗ് എടുത്തു, അതിൻ്റെ എർത്ത് വർക്ക് ചെയ്തു, തറ കെട്ടി, അതിൻ്റെ മുകളിലേക്ക് മേസൺറി വർക്ക് ചെയ്തു, അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തു, അങ്ങനെ വരുന്ന സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള ഓരോ വർക്കുകളുടെയും ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതെങ്ങനെ വാല്യൂസ് എങ്ങനെ എടുക്കും, എങ്ങനെ വാല്യൂസ് തരും, അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. വളരെ എളുപ്പമാണ്, നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഐഡിയ ആക്കാവുന്നതേ ഉള്ളൂ. തേർഡ് മൊഡ്യൂൾ വരാണെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രക്ചറൽ വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി അതിലേക്ക് വരുന്ന ഡീറ്റെയിൽഡ് ഫിനിഷിംഗ് വർക്കുകളുടെ ഡീറ്റെയിലിംഗ് ആണ്. അതേപോലെ വാട്ടർ സപ്ലൈ, സാനിറ്ററി വർക്ക് പോലുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്, എങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതിനെങ്ങനെ റേറ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തേർഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതേപോലെ വാട്ടർ ബോൺ മെക്കാഡം റോഡ്സിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ കാര്യം കൂടി, അതിൻ്റെ എസ്റ്റിമേഷൻ്റെ കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് മൊഡ്യൂളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇത്രയും വരെ നമ്മൾ ക്വാണ്ടിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്ത് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് സെക്കൻഡും തേർഡും മൊഡ്യൂളുകൾ നമ്മൾ പ്രാധാന്യം കൊടുത്ത്. നാലാമത്തെ മൊഡ്യൂളിലാണെങ്കിൽ അനാലിസിസ് ഓഫ് റേറ്റ്സ്, അതായത് ഒരു വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു, അതിന് എത്ര വില വരും, അതിനെത്ര രൂപ നമുക്ക് ചിലവാകും എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നാലാമത്തെ മൊഡ്യൂളിൽ ഉദ്ദേശിക്കുന്നത്. റേറ്റ് കണ്ടുപിടിക്കുക, അതിനുള്ള മെറ്റീരിയലിൻ്റെ ചാർജിന് പുറമേ വരുന്ന ചിലവുകളൊക്കെ കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ വില കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ആ മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് ടിപ്പിക്കൽ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബിൽഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് അതിന് ഓരോ വർക്കിനും എത്ര രൂപ ചിലവാകും എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് മനസ്സിലാക്കാം. അപ്പോൾ പറയുന്ന കാര്യം, സിലബസ് എല്ലാവരും കയ്യിൽ വെക്കണം. സിലബസ് നിങ്ങളുടെ കൈവശമാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്തും അതെ, ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തും അതെ, അത് സിലബസിനെ കുറിച്ച് നമുക്ക് നല്ല ഐഡിയ വേണം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ, ക്വാണ്ടിറ്റി സർവേയറിനെ കുറിച്ചൊക്കെ ആദ്യം പറയുന്നത്. എന്താണ് അതായത് ഒരു സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കാണുന്നതിൻ്റെ കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി സർവേയിങ്ങിനെ കുറിച്ചും സർവേയറെക്കുറിച്ചും ഡ്യൂട്ടീസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയറെക്കുറിച്ചും, ക്വാണ്ടിറ്റി ചെയ്യുന്ന ആളതാണ് ക്വാണ്ടിറ്റി സർവേയറെക്കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ എസ്റ്റിമേഷൻ, അതിൻ്റെ ടൈപ്പ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്പിലുള്ള എസ്റ്റിമേറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. കുറേ ടേംസ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രത്യേകത വെച്ചാൽ കുറേ പുതിയ ടേമുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇൻട്രൊഡക്ഷൻ പാർട്ടും കൂടി അതിൽ വരുന്നതുകൊണ്ട് പുതിയതായിട്ടുള്ള കുറേ ടേം നമ്മൾ പരിചയപ്പെടേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് സമയം ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കേണ്ടി വരും. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റേറ്റ്, അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ സാധിക്കും. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട്, ഇതിൽ പറയുന്നത് 2 മെത്തേഡ്, സെൻട്രൽ ലൈൻ മെത്തേഡ്, ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡ്, ഇങ്ങനെയുള്ള 2 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി കണക്കാക്കുന്നതാണ് പറയുന്നത്. മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതാണ് നമ്മളെ മെയിൻ 2 മെത്തേഡുകൾ. അത് ഉപയോഗിച്ച് നമ്മൾ ക്വാണ്ടിറ്റി, ഒരു ബിൽഡിങ്ങിൻ്റെ, നമ്മൾ പറഞ്ഞു സെക്കൻഡ് മൊഡ്യൂളിൽ എന്താണ് സ്ട്രക്ചർ വർക്കിൻ്റെ അതിൻ്റെ കോൺക്രീറ്റിങ് വരെയുള്ള ഭാഗത്തിൻ്റെ മെസൺറി ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്ന വരെയുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ, സ്ട്രക്ചറൽ വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കണക്കാക്കുന്നത്. തേർഡ് മൊഡ്യൂൾ വരുമ്പോഴേക്ക് ഇതേപോലെ തന്നെ സ്ട്രക്ചർ ചെയ്തതിൻ്റെ ഫിനിഷിംഗ് വർക്ക്, നമ്മൾ പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, സാനിറ്ററി ഫിറ്റിങ്സ് മുതലായ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി കാണലാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ വരുന്നു. ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു എന്താണ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതിന് പ്രകാരം, ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച പ്രകാരം അതിൻ്റെ എക്സ്ട്രാ വരുന്ന ചാർജുകളൊക്കെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുക. അതിന് എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റുകളുണ്ട്. ആ സ്റ്റാൻഡേർഡ് റേറ്റുകൾ കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഇത്ര വില വരാവുമെന്ന് കണക്കാക്കുന്നതാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. അതിലും കുറച്ച് പുതിയ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ചാർജുകൾ, ലംസം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. പുതിയ ടേമുകൾ കുറച്ച് മനസ്സിലാക്കണം. അതിൻ്റെ പുറമെ വളരെ പ്രയാസമില്ലാത്ത കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യണം. അതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്ന സാധനങ്ങളാണ്. പക്ഷേ നമ്മളെ കോൺസെൻട്രേഷൻ അത് വളരെ അത്യാവശ്യമുള്ള
ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ക്വാണ്ടിറ്റി സർവേ പഠിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാതെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പ്രത്യേക ഒരു ശ്രമം വേണം. നമ്മൾ വായിച്ച് പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല കാര്യം, ചെയ്യുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അധ്യാപകരുടെ സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സുഖമായിട്ട് മാർക്ക് മേടിക്കാവുന്ന അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നിങ്ങളായിരുന്നു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.